കൃഷിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഴയ്ക്ക് വെള്ളം ഒഴിക്കുന്നതാണ്. ചെറിയായപ്പോഴത്തേക്ക് വെള്ളം കുറഞ്ഞു, ചാലിലൊക്കെ വെള്ളം കുറഞ്ഞിരിക്കുകയാണ്. വെള്ളം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ. രാവിലെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ? നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം കുറഞ്ഞോ? വെറിയല്ലേ. പാവൽ തൈ ഓക്കെ. ഇതൊരു പാവൽ തൈയാണ്. ഇടകൃഷി പോലെ എങ്ങനെ ചെയ്യാണ്, പിടിച്ചാൽ പിടിച്ച് പോയാൽ പോയി എന്നുള്ള ഇതാണ്. വെറിയും കൂടി അതിൻ്റെ വെള്ളം കുറവാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഇവന്മാരെയൊക്കെ അങ്ങനെ ഒരുവിധം പരിപാലിച്ച് കൊണ്ടുവരെയാണ്. വെള്ളം കുറവ് കേട്ടോ ഫാമിലി. നമ്മളെ നാട്ടിലൊക്കെ വെള്ളം കുറഞ്ഞാണ്. നമുക്ക് വെള്ളം നല്ല കുറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഇടകൃഷിയാണ്. വാഴക്കരികിൽ ഡ്രാഗൺ ഫ്രൂട്ടും പാവലും ഒക്കെ ഉണ്ട്. അങ്ങനെ ഈ ചെറുക്കന്മാരെ അല്പം ഒന്ന് ഒരു കൈയുടെ ഭാഗത്തിന് പൊങ്ങിയിട്ടുണ്ട്. അല്പം വെള്ളം വീശി കൊടുക്കാം അവന്മാർക്ക്. കുറേ പാവൽ വെച്ച് നട്ടായിരുന്നു, പക്ഷേ പൊടിച്ചത് കുറച്ചാണ്. ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ഇവിടെ ഉണ്ട് ചെറുക്കന്മാർ. ഞങ്ങൾ കരഭാഗത്ത് നട്ടായിരുന്നു വീട്ടു നടയിലൊക്കെ. അപ്പോഴത്തേക്ക് നന്നായിട്ട് പിടിക്കുന്നില്ല. അങ്ങനെയാണ് പിന്നെ പണയിലോട്ടാക്കിയത്. ഇവിടെ ആവുമ്പോൾ വെള്ളം കോരി അത്യാവശ്യത്തിന് വെള്ളം കോരി വീഴ്ത്താനും കൂടെ പറ്റുമല്ലോ. എറിയാണ് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. വെള്ളം കിട്ടുമോ ഇല്ല എന്നുള്ളത് ഇനി മുമ്പോട്ടുള്ള കാര്യം. വാഴയ്ക്കുമൊക്കെ എങ്ങനെയാണ് വെള്ളം കിട്ടുമെന്നുള്ളത് അറിയാൻ കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ പാവലൊക്കെ നട്ടിട്ടുണ്ട്. ഇതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ച് ക്ലിയർ ചെയ്തെടുക്കുന്നതാണ് ഇനിയുള്ള പാട്. കാലാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ട് ഇവന്മാരെയൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാനും പാടാണ്. ഈ കാടുണ്ടല്ലോ, ഈ സാധനം എത്ര പറിച്ചാലും ഒരു 3 ദിവസത്തിനകത്ത് വെച്ച് വീണ്ടും ഇതിങ്ങനെ പറിച്ച് കളയാത്ത രീതിക്ക് തന്നെ ആവും. ഇവിടെ വിത്തൊക്കെ പാവിയിട്ടുണ്ട്, മരുന്ന് പൊടിച്ചില്ല. അങ്ങനെ നിൽക്കട്ടെ. ഇപ്പോൾ ഒരു അടിപൊളിയായി വരെയാണ്. തട്ടുകൊണ്ടാടാ പോട്ടടാ. ഇതാണ് നമ്മൾ ഇതൊക്കെ നട്ട് ഒന്ന് വരുമ്പോൾ തന്നെ കാടുകൾ പിന്നി കൊടുത്തേനെ പിന്നെയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാട്.
ഈ ഭാവിയിൽ ഇവന്മാരാണ് ഇത്തിരി ഒരുവിധം ക്ലിയറായിട്ട് വരുന്നത്. ദൂരക്കൂട്ടി വെള്ളം വീട്ടിയില്ലെന്നുണ്ടെങ്കിൽ മണ്ണ് അങ്ങനത്തെ ആയതുകൊണ്ട് അവന്മാർ ഒരുമാതിരി വീട്ടി. ഇവിടെയൊക്കെ ഭാവിയാ പിടിച്ചില്ല. വാഴ ചേട്ടന്മാർക്ക് വെള്ളം വീട്ടി കൊടുക്കട്ടെ. നമ്മുടെ ചാലിൻ്റെ വെള്ളം കുറഞ്ഞു, വെള്ളമില്ല. ഒരു ചാലിന് മാത്രമേ വെള്ളം നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ പാടില്ല. കരോട്ട് പോകാം. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ മഞ്ഞ നട്ട്. മഞ്ഞേന്ന് വലിയ വിലയൊന്നും കിട്ടുന്ന സാധനമൊന്നുമില്ല. ഒരു കിലോയ്ക്ക് 30 രൂപയേ ഉള്ളൂ. അവിടെയൊക്കെ അങ്ങനെയാണ്. ഇവിടെയൊക്കെ 30 രൂപയേ ഉള്ളൂ. പിന്നെ അതിനെ നശിപ്പിച്ച് കളഞ്ഞു. ശരിക്കും കസ്തൂരി മഞ്ഞയെ കൂടെ നട്ടായിരുന്നു. അതിനെല്ലാം ഇളക്കി കളഞ്ഞു. വെള്ളം വയ്ക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ മഴയാണെന്ന് തോന്നുന്നത്.